ചിക്കൻ ടിക്ക. ചിക്കൻ 250 ഗ്രാം ബോൺലെസ്. ചിക്കൻ ടിക്ക മസാല 1.5 ടേബിൾ സ്പൂൺ. ഉപ്പ്, എണ്ണ, കസൂരി മേത്തി പൗഡർ, ബ്രെഡ് ക്രംസ്. ചിക്കൻ ടിക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് ടോസ്റ്ററിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ടിക്ക ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിൽ നമുക്ക് ഗ്രില്ലർ വേണം, അല്ലെങ്കിൽ ഒരു തന്തൂർ അടുപ്പ് വേണം. ഒന്നുമില്ലാതെ ടോസ്റ്ററിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചിക്കൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത്, ബോൺലെസ് ചിക്കൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് അതിൽ മസാല വെച്ച് തേച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ക്യൂബ്സ്, ബോൺലെസ് ചിക്കൻ ക്യൂബ്സ് ആണ്. ഇതൊരു 250 ഗ്രാം ഉണ്ട്. ഇതിലേക്ക് സ്പൈസായിട്ട് കൊടുക്കുന്നത് സാറാസ് മദ്രാസി ചിക്കൻ കറി ഗ്രേവി മിക്സ് ആണ് കൊടുക്കുന്നത്. ഇത് ഒരു 1-2 ടേബിൾ സ്പൂൺ. കൂടുതൽ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ ചേർക്കുക, അല്ലെങ്കിൽ കുറച്ചാലും കുഴപ്പമില്ല. ഇനി മദ്രാസി ചിക്കൻ കറി ഗ്രേവി മിക്സിന് പകരം ഇപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ സാറാസിൻ്റെ ചിക്കൻ ടിക്ക മസാല ഗ്രേവി മിക്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ സ്പൈസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാൻ. കസൂരി മേത്തി പൗഡർ, ലൈം ജ്യൂസ് 1/2 ടേബിൾ സ്പൂൺ. ഇനി വേറെ ഒരു സ്പൈസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാരണ ചിക്കൻ ടിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സ്പൈസസ് ആവശ്യമുള്ളതാണ്. ഇതിലെല്ലാം ഉള്ളതുകൊണ്ട് നമുക്കിനി വേറെ ഒന്നും ചേർക്കണ്ട. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാറാസിൻ്റെ ചിക്കൻ ടിക്ക മസാല ഗ്രേവി മിക്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ ടിക്ക മസാല നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ വെച്ച് എടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് അതിലേക്ക് മസാലയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്നൊരു കബാബ് സ്റ്റിക്കിൽ അറേഞ്ച് ചെയ്തിട്ട് ആദ്യം കളേർഡ് ക്യാപ്സിക്കം, കുറച്ചെണ്ണ സ്പ്രെഡ് ചെയ്താൽ ടോസ്റ്ററാണ്. സാൻഡ്വിച്ച് ക്ലോസ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ ക്ലിപ്പ് ഇടേണ്ട ആവശ്യമില്ല. ആ ചിക്കനിൽ തട്ടി ആ ടോപ്പ് ഇങ്ങനെ നിന്നാൽ മതി. ചിക്കൻ ടിക്ക നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു ഡിഷാണ്. നമ്മൾ കബാബ് സ്റ്റിക്കിൽ കുറേ കളർ വെജിറ്റബിൾസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗാർണിഷും അതുപോലെ തന്നെ കുറച്ച് കളർഫുള്ളായാൽ നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ട് റാഡിഷിൻ്റെ പീസസ് വെച്ചിട്ടുണ്ട്. റാഡിഷിൻ്റെ പുറത്തെ തൊലി കളഞ്ഞിട്ട് വൈറ്റ് പീസ് മാത്രം എടുത്തിട്ടുണ്ട്. ഈ സൈഡ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഉണ്ട്, സുച്ചിനിയുണ്ട്. അപ്പോൾ സുച്ചിനിയൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല ശരിക്കും അവൈലബിൾ ആയിട്ടുണ്ട്. സുച്ചിനി പച്ച വരുന്നുണ്ട്, മഞ്ഞ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. ഇത്ര മതി. നമുക്ക് ടിക്ക ആയിട്ടുണ്ടാവും, എടുക്കാം. ചിക്കൻ ടിക്ക ആയിട്ടുണ്ട്, ഇതെടുക്കാം. ചിക്കൻ ടിക്ക ഉണ്ടാക്കി വളരെ ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കുറേ സമയമൊന്നും കളയേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സാറാസ് മദ്രാസി ചിക്കൻ കറി ഗ്രേവി മിക്സാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചിക്കൻ ടിക്കയുടെ തന്നെ മസാല ഗ്രേവി മിക്സ് ഉണ്ട്. അത് വേണമെങ്കിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് ഉപയോഗിച്ചത് മദ്രാസി ചിക്കൻ കറി ഗ്രേവി മിക്സാണ്. അത് വെച്ച് ടോസ്റ്ററിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ടോസ്റ്ററൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഇഷ്ടമാകും.